ചെടികളും പച്ചക്കറികളൊക്കെ നമ്മൾ പൊതുവേ നടാറുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ മിക്കപ്പോഴും ടെറസിൽ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ തെങ്ങും മാവും ഒക്കെ ടെറസിൽ നടാൻ പറ്റും. പക്ഷെ പറ്റും. നമ്മുടെ വൈറ്റിലയിൽ സരസ്വതിയമ്മയുടെ വീട്ടിലാണ് മാവും തെങ്ങും ഒക്കെ കായ്ച്ചു നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സരസ്വതിയമ്മയുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലയിലാണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അത് ടെറസാണെന്ന് തോന്നുന്നു. ഒരു മുറ്റത്ത് നിൽക്കുന്ന ഫീലിലാണ്. അപ്പം അമ്മ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഈ വീട്? ഇതിപ്പോൾ വീട് 500 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. പക്ഷേ ഇത് ടെറസ് നമുക്ക് 1000-700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കാരണം നമ്മൾ ചാടിച്ചെടുത്തേക്കാണ് വന്നത്. അങ്ങനെ 1000-700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിൽ മുഴുവൻ പച്ചക്കറികളും മരങ്ങളൊക്കെയാണ്. എന്തൊക്കെ കൃഷികളാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ ഉള്ളത് മാവുണ്ട്, നാരകമുണ്ട്, മുരിങ്ങയുണ്ട്, പിന്നെ കുറേ പച്ചക്കറികൾ, ഒരു തെങ്ങുണ്ട്, പച്ചക്കറികളുണ്ട്. ഇത് എത്ര നാളായി ഈ സംഭവം വെച്ചിട്ട്? നമ്മളൊരു 86-ൽ തുടങ്ങിയതാണ്. നമ്മൾ വരാൻ വൈകിയതാണല്ലേ? വരാൻ വൈകി. തുടക്കം തന്നെ ഈ തെങ്ങും മാവും ഒക്കെ വെച്ചില്ല. തുടക്കം നമ്മൾ പച്ചക്കറികളെന്നാണ്, ചീര, പച്ചക്കറികൾ. പിന്നെ അത് കഴിഞ്ഞ് വാഴ വെച്ചു. വാഴയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേ നമ്മളിത് ആദ്യമേ കുറച്ച് മണ്ണ് ഇട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറേശ്ശെ ദിവസം മണ്ണ് ഇട്ടിട്ട് വരുവാണ്. അപ്പം അങ്ങനെ ഇട്ട് പച്ചക്കറികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വാഴ വെച്ച്. വാഴ 5-6 വെച്ചപ്പോൾ അതൊക്കെ നന്നായിട്ട് കൊല വന്നു. പക്ഷെ ആ കൊല വെട്ടി കഴിയുമ്പോൾ അതിൻ്റെ കട പറിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ഏട്ടൻ പറഞ്ഞ് അപ്പം ഈ വാഴയുടെ കട പറിക്കാൻ എത്ര ബുദ്ധിമുട്ടായപ്പോൾ നമുക്കൊരു മാവ് വെച്ചെങ്കിലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ മാവ് വയ്ക്കുന്നത്. ഈ മാവാണ് ആദ്യത്തെ മാവ്. അതെ, ഇത് മൂവാണ്ടനാണ്. അങ്ങനെ അത് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്ന് ഇപ്പോൾ ആ നിൽക്കണത് നീലമാവാണ്, അത് ഒട്ടുമാവാണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മാണ്ട വളഞ്ഞേക്കുന്നുണ്ട്, അതൊരു ഒട്ടുമാവാണ്. അങ്ങനെ ഓരോ മാവ് വെച്ച് പിന്നെ മുകളിൽ ഒരെണ്ണമുണ്ട്, അത് മൂവാണ്ടനാണത്. അത് ഞങ്ങൾ ബോൺസായി ആക്കി വെച്ചതാണ്. അത് പൂത്ത് മാങ്ങ ഇട്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ മണ്ണിലേക്ക് വെച്ചു. അപ്പം അങ്ങനെ 4 മാവുണ്ട്, 3 നാരകമുണ്ട്. മാവിന്നാണ് അപ്പം തുടക്കം. മാവിന്നാണ് തുടക്കം. അത് കഴിഞ്ഞ് പിന്നെ നാരകം വെച്ചു. നാരകം 4 ഉണ്ടായി, 1 ഉണങ്ങിപ്പോയി. അമ്മ നാരകം ഉണങ്ങിപ്പോയി. ബാക്കി എൻ്റെ മക്കളാണ് 3 നിൽക്കുന്നത്. പിന്നെ മുരിങ്ങയുണ്ട്, പച്ചക്കറികളുണ്ട്. ഈ തെങ്ങ് എപ്പോഴാണ് വെച്ചേ? തെങ്ങ് വെച്ചിട്ട് 10-12 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അത് വെക്കുമ്പോൾ ടെൻഷൻ, ഇത്ര വലിയ മരം ഇങ്ങനെ മേലെ 18 അമ്പട്ടയാണ് നമ്മൾ മേടിച്ചത്. ഇത്ര പൊങ്ങൊന്നും വിചാരിച്ചില്ല, എന്നാലും ഇത്ര പൊങ്ങിയിട്ടും കുഴപ്പമില്ല. പക്ഷെ ഇപ്പം അതിന് വളം കുറഞ്ഞപ്പോൾ തേങ്ങ കുറവാണ്. തേങ്ങ നേരത്തെ ഉണ്ടായതാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് വളം കുറവാണ്. അതിപ്പോൾ എനിക്ക് വയ്യാണ്ടായി. ഏട്ടൻ മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. അത് 2 വർഷം വരെ ഞാൻ ചെയ്ത്, അത് ഇപ്പം ഞാൻ കിടപ്പായി. അപ്പോൾ പിന്നെ മോനാണ്. മോന് സമയപരിമിതി കൊണ്ട് വളം ഇപ്പോൾ കുറവാണ്. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഞാൻ പിന്നെ കുറേശ്ശെ പൊങ്ങി വന്ന്. ഇനി അപ്പോൾ ഈ ഇപ്പം പൊതുവെ ആൾക്കാരൊക്കെ പറയില്ല, പച്ചക്കറി കൃഷി നടത്തുമ്പോൾ തന്നെ പറയുന്നേക്കാം ടെറസിന് കേടാണ്, വെള്ളവും. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ടെറസ് പോലെ അല്ല. നമുക്ക് സ്ഥലം ഇല്ലാഞ്ഞതുകൊണ്ട് കൃഷി ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ സ്ഥലമില്ല. അപ്പം നമ്മളങ്ങനെ ആലോചിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ വാർക്കൽ, നമ്മൾ കുറച്ച് കമ്പിയൊക്കെ കൂടുതലിട്ടിട്ടാണ് വാർത്തിരിക്കുന്നത്. മുന്നേ അങ്ങനെ ചെയ്തതാണോ? അല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ വീട് ഉണ്ടാക്കുമ്പോഴേ തീരുമാനിച്ചത്. അതിന് കാരണം കൂത്താപ്പാടിയിലെ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, കൂത്താപ്പാടിയിലെ വാട്ടർ ടാങ്കിൻ്റെ കംപ്ലീറ്റ് പണിയും ചേട്ടനായിരുന്നു. ചേട്ടൻ വാട്ടർ അതോറിറ്റിയിലായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ആ പണി തുടക്കം മുതൽ അവസാനം വരെയും ചേട്ടനാണ് ചെയ്തത്. അപ്പം അതിൽ വെള്ളം നിറച്ചിട്ട് ഇന്ന് വരെ ഒരു കേടുമില്ലല്ലോ. അപ്പം എന്നോട് പറഞ്ഞു, അപ്പം ഞങ്ങൾ സ്ഥലം നോക്കിയാൽ നമുക്ക് ദൂരേക്ക് പോകാൻ മടിയില്ല. കാരണം പുള്ളിക്ക് യാത്രാ സൗകര്യം, പുള്ളിയുടെ പ്രവർത്തനമൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ നോക്കണം. അപ്പം അങ്ങനെ 3 സെൻറ്റ് മേടിച്ചത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ വാട്ടർ ടാങ്കിൻ്റെ പണി വന്നപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴെന്നോട് പറഞ്ഞു, ഇപ്പോൾ വാട്ടർ ടാങ്കിൽ അത്ര വെള്ളം ഉണ്ടായിട്ടൊരു പ്രശ്നമില്ല, ഒരു വീക്ക് പോലും അതിന് വന്നിട്ടില്ല. അപ്പം നമുക്ക് വീട് വയ്ക്കുമ്പോൾ മണ്ണിട്ട് കൃഷി ചെയ്താലോ എന്ന്.
അപ്പം അങ്ങനെ സമ്മതിച്ചു. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മാത്രമല്ലേ വരുള്ളൂ, വേറെ ആർക്കും വരില്ല. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ വാർക്കണതിന് കുറച്ച് കമ്പി കൂടുതലിട്ട്, സാധാരണ വീട് വാർക്കുന്നതിന് കുറച്ച് കമ്പി കൂടുതലിട്ട്, അത് കഴിഞ്ഞ് വാർക്കപ്പണിക്കാർ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ വേറെ ആൾക്കാരെ നിർത്തി പരിക്കനിട്ട് സിമൻറ്റ് ചാന്ത് വയ്പ്പിച്ച് അന്ന് തന്നെ. ആദ്യമേ തുടങ്ങിയ സ്ഥലത്തും നമ്മൾ പരിക്കനിട്ട് വേറെ ആളെ നിർത്തി സിമൻറ്റ് ചാന്ത് വയ്പ്പിച്ച്, അതിന് ശേഷം ഒരു വരി ഇഷ്ടികയും കിട്ടിയുണ്ട്. പിറ്റേ ദിവസം നമ്മൾ വെള്ളം നിർത്തി, 2 ആഴ്ച ഫുള്ള് വെള്ളം നിർത്തി. പിന്നെ ഒരു കാര്യം, അടിയിൽ തട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എല്ലാവരും പൊളിക്കുമല്ലോ. ഇപ്പോൾ ഒരു 3 ആഴ്ചത്തേക്ക് തട്ട് എടുക്കാൻ പാടില്ല. പിന്നെ വലിയ വീടുകളുടെ ആണെങ്കിൽ ഓളിൻ്റെ ബീമിൻ്റെ അടിയിലത്തെ തട്ട് കുറച്ച് നാളോടി നിർത്തണം, 1 മാസമെങ്കിലും നിർത്തണം. അത്രയും ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വളർത്താം. അങ്ങനെ വളർത്താം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളം അടിച്ച് കളഞ്ഞ് പിന്നെ ഒരു ലെയർ മണ്ണിട്ട്, പിന്നെ ഉണക്കിയില്ല, ഉണക്കാൻ പാടില്ല, അത് കുറച്ച് മണ്ണിട്ട്. അങ്ങനെ ഞങ്ങൾ ദിവസം കുറേശ്ശെ മണ്ണിട്ടിട്ട് ചെറിയ ചെറിയ കൃഷികൾ ചെയ്ത് അങ്ങനെ ഇത്ര മണ്ണാക്കി അങ്ങനെ എത്തി. പിന്നെ ഒരു ബയോഗ്യാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ കിട്ടും. പിന്നെ നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ നമുക്ക് പുറത്ത് കളയണ്ടല്ലോ, എല്ലാം ഇതിലിടാം. വേണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആണല്ലോ പ്രശ്നമല്ല. അത് തന്നെ വേസ്റ്റ് പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്ക്